ഹായ് മകളെ, അങ്ങനെ 10ാം ക്ലാസ് ലൈഫ് അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ഉണ്ട് അല്ലേ, മാത്തമാറ്റിക്സ്. കാട്ടിലെ രാജാവ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മാത്തമാറ്റിക്സിനെ അടിപൊളിയായിട്ട് പഠിച്ച് A+ വാങ്ങുകയാണെങ്കിൽ കാട്ടിൽ കയറിയിട്ട് ആ രാജാവിനെ കീഴടക്കിയ ഒരു ഫീലായിരിക്കും. സോ പ്രിയപ്പെട്ട മകളെ, ഈ വരുന്ന 15ാം തീയതി നടക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ എക്സാം നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട്, അതിൽ A+ നേടാൻ വേണ്ടിയിട്ട്, അതിൽ ഫുൾ ഔട്ട് ഓഫ് ഫുൾ അഥവാ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അടിപൊളി സ്റ്റഡി പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ എല്ലാ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് നിങ്ങൾ അയച്ചു കൊടുക്കുക. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ആദ്യം തന്നെ പറയട്ടെ, 17ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. 10ാം തീയതി നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ എക്സാം കഴിയും. അപ്പോൾ 10ാം തീയതി രാത്രി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒരു കൺസ്ട്രക്ഷൻ വീഡിയോ. അതായത് ഏകദേശം 1 മണിക്കൂറോളം തികച്ചില്ല, ഏകദേശം ഒരു 45-50 മിനിറ്റോളം ദൈർഘ്യമുള്ള എല്ലാ കൺസ്ട്രക്ഷൻസ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കിൾസ് അഥവാ വൃത്തങ്ങളിലെയും ടാൻജൻസ് അഥവാ തൊടുവരയിലെയും മുഴുവൻ ചോദ്യങ്ങളും അടങ്ങിയിട്ടുള്ള കൺസ്ട്രക്ഷൻ വീഡിയോ 10ാം തീയതി രാത്രി 8 മണിക്ക് നമ്മൾ ഫില്ല് ചെയ്യും. അങ്ങനെ ആ ഭാഗം മുഴുവനായിട്ടും നിങ്ങൾ അന്നത്തെ ദിവസം കൊണ്ട് പഠിച്ചു കഴിയും. കാരണം വരക്കാനുള്ള ചോദ്യം നിങ്ങൾ 2-3 തവണ ഒരേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഏകദേശം 15 മാർക്കുകൾ അവിടെ സെറ്റായി. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ 2019 മുതൽ 2024 വരെ വന്ന, ഇനി അതിൻ്റെ പുറമെയുള്ള ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിൽ വന്ന 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതെന്നാണ്? 11ാം തീയതി രാത്രിയാണ്. സോ അപ്പം തന്നെ നിങ്ങൾ ചോദ്യ പേപ്പറിലുള്ള എല്ലാ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം അവിടെ നിങ്ങൾക്ക് കിട്ടി 10-20 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. മൂന്നാമതായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നത് 20 മാർക്കിൽ അതിൽ കൂടുതലുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് അടുത്ത ദിവസം നമ്മൾ വരുന്നത് 4 മാർക്കിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മാർക്കുകൾ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് 12ാം തീയതി മുഴുവൻ ലൈവാണ്. 13ാം തീയതി നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ലൈവുമായിട്ട് നമ്മൾ വീണ്ടും മാത്തമാറ്റിക്സിൻ്റെ ലൈവുമായിട്ട് സൈലം SLC എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളൊരു 3 ദിവസം കൊണ്ട് കൺസ്ട്രക്ഷൻ മുഴുവൻ പഠിക്കും. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളെല്ലാം പഠിക്കും. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പഠിക്കും. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളെല്ലാം പഠിക്കും. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടി ഏകദേശം എല്ലാ നമ്മുടെ ചോദ്യ പേപ്പറിലുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. പിന്നെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം നിങ്ങൾക്ക് അതിനു വേണ്ടി സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതോടുകൂടി ഏകദേശം എല്ലാ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്യും. ഏകദേശം അല്ല, എല്ലാ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്യും. ടഫായിട്ടുള്ള ചോദ്യങ്ങൾ അതിലുണ്ടാവും, ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. അപ്പോൾ A+ വാങ്ങുന്ന കുട്ടിക്കുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഫുൾ മാർക്ക് വാങ്ങണമെന്നുള്ള കുട്ടിക്ക് കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതായത് 110-ൽ 110 വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്ക് വേറൊരു പ്ലാനും കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് A+ 70 മാർക്ക് 72 മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യം നിങ്ങൾ പഠിച്ചു കഴിയും. പിന്നെ B+ കിട്ടാനുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതിനുശേഷം 2 ദിവസമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് നിങ്ങൾക്ക് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസുമായിട്ട്. അപ്പോൾ വെറും B+ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയെ ഞങ്ങൾ A+ലേക്ക് എത്തിക്കുകയാണ് ഈ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിലൂടെ. അപ്പോൾ പരീക്ഷ ടഫ് ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിൽ ആ സാധ്യതകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് അടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മുഴുവൻ ചാപ്റ്റർ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും. അപ്പോൾ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് വീണ്ടും നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് 10ാം ക്ലാസ്സിലെ മുഴുവൻ സിലബസും വീണ്ടും ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് അവിടെ ക്ലിയർ ആവും. അപ്പോൾ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് മറ്റെവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് മറ്റെവിടേക്കുമല്ല, സൈലം SLC എന്ന യൂട്യൂബ് ചാനലിലേക്കാണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നോട് പരീക്ഷയുടെ തലേന്നായിട്ടുള്ള 16ാം തീയതി നിങ്ങൾക്കൊരു മെഗാ മാരത്തോൺ ആണ്. അതായത് 3 തവണയാണ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് ഒരേ സബ്ജക്റ്റ്. ഈ 6 ദിവസങ്ങൾക്കായിട്ട് 11 ചാപ്റ്ററുകൾ. സോ പഠിക്കാനൊരു മനസ്സുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് കാണണം. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വരുന്ന പഠിക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കാണണം കേട്ടോ. സോ എല്ലാ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. മാക്സിമം കുട്ടികളിലേക്ക് ഇത് എത്തിക്കണം. ഏറ്റവും മികച്ചൊരു ക്ലാസ് ആയിരിക്കണം. നിങ്ങൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിരിക്കണം നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് എന്നൊരു കാര്യം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. സോ അത്രയും മികച്ച രീതിയിലാക്കി ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ കൂടെയുണ്ട്. 10ാം ക്ലാസ്സിൽ മാച്ചിൽ നമ്മൾ പ്രൂഫ് പഠിക്കുക തന്നെ ചെയ്യും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ്.